നമ്മുടെ ബഹുമാന്യനായ സമാദരണീയനായ സർവാധിപനായ സംവിധാനിൻ്റെ രക്ഷകനായ ഭരണഘടനയുടെ സംസ്ഥാപനത്തിനും നിലനിൽപ്പിനും വേണ്ടി അഹോരാത്രം പോരാടുന്ന ന്യായാധിപ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ കഴിഞ്ഞ ദിവസം BJP-യിൽ ചേർന്നു. എൻ്റെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, എല്ലാത്തിനും നിബന്ധനകൾ കൊണ്ടുവരുന്ന സുപ്രീം കോടതി സ്വമേധയ ഒരു കേസ് പരിഗണിച്ച് ഒരു 20 വർഷത്തേക്ക് കോടതികളിൽ ജഡ്ജായി ജോലി ചെയ്യുന്നവർ പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരരുത് എന്ന് പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു നിബന്ധന കൊണ്ടുവന്നില്ലെങ്കിൽ ഈ നീതിന്യായ വ്യവസ്ഥയിലും വിധി പ്രസ്താവനയിലുമൊക്കെ ഇപ്പോൾ തന്നെ ഒരു 10-60% വിശ്വാസം നഷ്ടപ്പെട്ട ജനത പിന്നിതൊരു വലിയ കോമഡി ഷോയായി മാറും. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലൊക്കെ വിധി പ്രസ്താവന നടത്തുമ്പോഴുണ്ടാകുന്നത് പോലെ നമ്മുടെ ഇത്രയും വൈവിധ്യപൂർണമായ ഈ രാജ്യത്ത് ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാൻ തീരുമാനമെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. നിങ്ങളൊക്കെ കേട്ട് കാണും ഒരു വാർത്ത. അത് വേറൊന്നുമല്ല, മധ്യപ്രദേശിലെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് രോഹിത് ആര്യ അദ്ദേഹം വിരമിച്ചുടനെ തന്നെ BJP-യിൽ ചേർന്നു. അദ്ദേഹം വിരമിച്ചുടനെ തന്നെ BJP-യിൽ ചേർന്നപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഹൃദ്രോഗം പോലെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അസുഖം പോലെ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചതുപോലെ പെട്ടെന്ന് അടിച്ചതായിരിക്കും, ഉടൻ അങ്ങനെ വന്നതായിരിക്കും എന്നൊക്കെ. അങ്ങനെയല്ല. അദ്ദേഹം ഈ മഹാനായ മനുഷ്യനാണ് ഒരു സ്ത്രീയെ ഒരാൾ പീഡിപ്പിച്ചു. ആ പീഡിപ്പിച്ച കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതിയിലെ ജഡ്ജിയായ ഇദ്ദേഹം വിധിച്ചത് എന്താണെന്നറിയോ? അതിൻ്റെ ശിക്ഷയെന്നോണം ആ പീഡിപ്പിച്ച കുട്ടിയുടെ കയ്യിൽ പ്രതിയായ ഒരാൾ സ്നേഹത്തിൻ്റെ ഒരു രാഖി അങ്ങോട്ട് കെട്ടിക്കൊടുക്കാൻ. അമ്പട കള്ള സാബുക്കുട്ട, എന്തൊരു നീതി നടത്തിപ്പിൻ്റെ ശൈലിയാണ്. ഏതായാലും അങ്ങനെ പറഞ്ഞ ജഡ്ജി ഇങ്ങനെയാകുന്നതിൽ അത്ഭുതമുണ്ടാവില്ല. പക്ഷേ ഭരണകൂടത്തിൻ്റെ ന്യായലംഘനങ്ങൾക്കെതിരെയുള്ള കേസുകൾ പരിശോധിക്കുന്ന ഒരു ന്യായാധിപൻ വിരമിച്ച് മണിക്കൂറുകൾക്കകം മറ്റു പല മോഹങ്ങളുമായി ഇതിലേക്ക് ചാടിയിറങ്ങുമ്പോൾ ഇദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റൂല. ഒരാൾ രാജ്യസഭയിൽ ഇരിപ്പുണ്ടല്ലോ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഭരണഘടനയും പാർലമെൻ്ററി ജനാധിപത്യവും സാമൂഹിക തുല്യതയും തമ്മിലുള്ള പാലം പണിയാനായി ഒരു മേശരി അവിടെ ഇരിക്കുന്നത് പോലെ ഈ മേശരിയും അങ്ങോട്ട് പോകുന്നുവെന്നാണ് കണ്ടത്. കഷ്ടമാണ് ഏമാനെ, കഷ്ടമാണ് മൈ ലോഡ്, സൂപ്പർ ലോഡ്.